2024 എൻജിനീയറിങ്ങിൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്യാനും വേണ്ടിയിട്ട് എൻട്രൻസ് കമ്മീഷണർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം നിങ്ങളെല്ലാവരും യൂസർ ഐ ഡിയും പാസ്വേഡ് ഉപയോഗിച്ചിട്ട് മാർക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ആ അപ്ലോഡ് ചെയ്തിരിക്കുന്ന മാർക്ക് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വെരിഫിക്കേഷന് വേണ്ടി പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്ന നിങ്ങൾ ചെയ്യേണ്ടത് ടീമിൻ്റെ വെബ്സൈറ്റിൽ എൻ്റർ ചെയ്യുക, കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്യുക, പാസ്വേഡ് യൂസർ ഐ ഡി ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് അവിടെ കാണിച്ചു തരും. അവിടെ ഹോം പേജിൽ +2 മാർക്ക് വെരിഫിക്കേഷൻ ഫോർ എൻജിനീയറിംഗ് എന്നൊരു ലിങ്ക് കാണാൻ പറ്റും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ എൻട്രി കിട്ടും. അവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുണ്ടാവുക +2 സെക്കൻഡ് ഇയറിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിന് ലഭിച്ചിരിക്കുന്ന മാർക്കുകൾ, ടോട്ടൽ മാർക്ക്, ബോർഡ്, പാസ്സായ വർഷം, ഇതൊക്കെ ശരിയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുണ്ടാവും. അവിടെയൊക്കെ നിങ്ങൾ ചേഞ്ചസ് ഒന്നും ഇല്ലെങ്കിൽ നോ ചേഞ്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ശേഷം വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് കറക്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇനി ചേഞ്ചസ് ഉണ്ടെങ്കിൽ ചേഞ്ച് റിക്വയർഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതും തിരുത്തലുകൾ ആവശ്യമില്ലാത്തതിന് നോ ചേഞ്ച് എന്ന് പറയും. ഇപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യത്തിനാണ് നിങ്ങൾക്ക് ചേഞ്ചസ് ഉള്ളത് വെച്ചെങ്കിൽ അവിടെ ചേഞ്ച് റിക്വയർഡ് കൊടുക്കുക, അല്ലാത്തതിന് എന്ത് ചെയ്യുക, നോ ചേഞ്ച് കൊടുക്കുക. നോ ചേഞ്ച് ഉള്ളതാണെങ്കിൽ വെരിഫൈഡ് ആൻഡ് മിസ്മാച്ച് എന്നുള്ള ബട്ടൺ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മാർക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റാണെന്ന് ചെക്ക് ചെയ്യുക. കാരണം ഇവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളുടെ റാങ്കിനെ അത് ബാധിക്കുന്നുള്ള കൂടെ നിങ്ങൾ തിരിച്ചറിയുക. ഇതിന് മുമ്പ് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർക്ക് മെമ്മോ കൊടുത്തിട്ടുണ്ട്. ആ മെമ്മോ കൊടുത്തിട്ടുള്ള ആളുകൾ അത് കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ കാണിക്കുള്ളൂ. അല്ലാത്തത് അതേപോലെ തന്നെ പരിഗണിച്ചിട്ട് റാങ്കായിട്ട് പരിഗണിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും NCL അത്തരം കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ജനറൽ കാറ്റഗറി ആയിട്ട് പരിഗണിക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കില്ല എന്നതിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, 9/7/2024 വൈകുന്നേരം 5 മണി വരെയാണ് ഇതിനുള്ള സമയം. ഈ സമയത്തിനുള്ളിൽ ഉള്ള മാർക്കുകളെ പരിഗണിച്ച് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് കീം ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം ഒരാളുടെ കാര്യം ചെക്ക് ചെയ്യുമ്പോൾ അത് ടോട്ടൽ റാങ്ക് അവിടെ മാറും. അതുകൊണ്ട് തന്നെ അതായിരിക്കും ഫൈനൽ റാങ്ക് എന്ന് പറയുന്നത്. ഒന്നിലധികം രേഖകൾ സ്കാൻ ചെയ്യേണ്ടവരുണ്ടെങ്കിൽ അത് സിംഗിൾ പേജ് ആക്കിയിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ മാർക്ക്, കാര്യങ്ങൾ, അതേപോലെ തന്നെ പാസ്സായ വർഷം, ബോർഡ് എല്ലാം കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തുക. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ആ ചേഞ്ചസ് നിങ്ങളവിടെ അറിയിക്കുകയും ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിൽ ചോദിക്കാവുന്നതാണ്. ഹെൽപ്പ് ഡെസ്കിൻ്റെ ഗ്രൂപ്പ് താഴെ കൊടുക്കുന്നുണ്ട്, കീം ഹെൽപ്പ് ഡെസ്കിൻ്റെ. ആ ഹെൽപ്പ് ഡെസ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.